നമസ്കാരം. തെറ്റുകളെ വെച്ച് പൊറപ്പിക്കുന്ന ശീലം പിണറായി സർക്കാരിനില്ല. തെറ്റു കണ്ടാൽ അതിനെതിരെ നടപടി എടുക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോ പെൻഷൻ തട്ടിപ്പുകാർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർക്കാർ. മണ്ണ് സംരക്ഷണ വകുപ്പ് ജീവനക്കാർക്കെതിരെയാണ് നടപടി. പാർട്ട് ടൈം സ്ലീപ്പർ മുതൽ വർക്ക് ഓഫീസ് വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടുന്നു. അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ 1458 ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ കോളേജ് അധ്യാപകരും ഉൾപ്പെടുന്നു. 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഇതിൽ പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ്. 373 പേരാണ് ആരോഗ്യ വകുപ്പിൽ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പിലാവട്ടെ 47 പേരും, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പുകളിൽ 35 പേരും, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 എന്നിങ്ങനെയാണ് സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു മാസം 23 ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമാകുന്നത്. ഒരു വർഷം 2.25 കോടി രൂപയോളം വരുന്നു. പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയുമാണ് ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതാണ് തട്ടിപ്പ് പുറത്തു വരാൻ ഇടയായത്. ഇതോടെ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു. തെറ്റുകാരായ ഓരോരുത്തർക്കുമെതിരെ സർക്കാർ നടപടിയെടുക്കുകയാണ്.